വെൽക്കം ടു ആദീസ് PSC ഓൺലൈൻ ക്ലാസ്. ഇന്ന് HSA സോഷ്യൽ സയൻസ് സിലബസ് ബേസ്ഡ് ക്ലാസ്സിൽ ജിയോഗ്രഫി പാർട്ടിൽ കണ്ടൻസേഷൻ ആൻഡ് പെർസിപ്പിറ്റേഷൻ എന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത്. കണ്ടൻസേഷൻ ആൻഡ് പെർസിപ്പിറ്റേഷൻ, ഘനീകരണവും വർഷണവും. അപ്പം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കഴിഞ്ഞ HSA എക്സാമിന് 2022 എക്സാമിന് കണ്ടൻസേഷൻ എന്ന പാർട്ടിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ കണ്ടൻസേഷൻ, ഘനീകരണത്തെക്കുറിച്ച് പഠിക്കുമ്പം അതിന് കാരണമാകുന്ന കുറേ ഘടകങ്ങൾ ഉണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് അന്തരീക്ഷത്തിലെ ജലം. ഇതിനെക്കുറിച്ച് ആദ്യം നോക്കാം. അപ്പോൾ അന്തരീക്ഷത്തിലെ ജലം, അന്തരീക്ഷ പ്രതിഭാസങ്ങളെ മുഖ്യമായും സ്വാധീനിക്കുന്ന ഒന്നാണ് അന്തരീക്ഷത്തിലെ ജലാംശം. അന്തരീക്ഷത്തിലെ ജലാംശം അറിയപ്പെടുന്നത് ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്നാണ്. അപ്പോൾ അന്തരീക്ഷത്തിലെ ജലാംശം ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്നറിയപ്പെടുന്നു. അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവിനെയാണ് ആർദ്രത എന്ന് പറയുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവിനെയാണ് ആർദ്രത എന്ന് പറയുന്നത്. അപ്പം അതിൽ പിന്നെ നമുക്കതിൽ നോക്കേണ്ട ടേമാണ് കേവല ആർദ്രത. അപ്പോൾ എന്താണ് കേവല ആർദ്രത എന്നത്? വായുവിൽ അടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവിനെ കേവല ആർദ്രത അല്ലെങ്കിൽ ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നു. കേവല ആർദ്രത ഒരു ക്യൂബിക് മീറ്റർ വായുവിൽ എത്ര ഗ്രാം ജലബാഷ്പം എന്ന ഏകകത്തിലാണ് കണക്കാക്കുന്നത്. അപ്പോൾ കേവല ആർദ്രത കണക്കാക്കുന്നത് ഒരു ക്യൂബിക് മീറ്റർ വായുവിൽ എത്ര ഗ്രാം ജലബാഷ്പം അടങ്ങിയിരിക്കുന്നു എന്നതാണ്. നെക്സ്റ്റ്, പൂരിതവായു. എന്താണ് പൂരിതവായു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു നിശ്ചിത ഊഷ്മാവിൽ പരമാവധി ഈർപ്പം ഉൾക്കൊണ്ടിരിക്കുന്ന വായുവാണ് പൂരിതവായു എന്ന് അറിയപ്പെടുന്നത്. ഒരു നിശ്ചിത ഊഷ്മാവിൽ പരമാവധി ഈർപ്പം ഉൾക്കൊണ്ടിരിക്കുന്ന വായു പൂരിതവായു എന്നറിയപ്പെടുന്നു. അടുത്തത് പൂരിതാങ്കം. ഒരു നിശ്ചിത താപനിലയിലുള്ള വായുവിന് ഒരു നിശ്ചിത അളവിൽ നീരാവിയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന അളവാണ് പൂരിതാങ്കം. അന്തരീക്ഷം നീരാവി പൂരിതമാകുന്ന അവസ്ഥയാണ് പൂരിതാവസ്ഥ. ഘനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവാണ് തുഷാരാങ്കം. ഘനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവാണ് തുഷാരാങ്കം എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ആപേക്ഷിക ആർദ്രത, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. എന്താണ് ആപേക്ഷിക ആർദ്രത? ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവും ആ സമയത്ത് അന്തരീക്ഷ വായുവിലുള്ള നീരാവിയുടെ അളവും തമ്മിലുള്ള അനുപാതമാണ് ആപേക്ഷിക ആർദ്രത എന്ന് അറിയപ്പെടുന്നത്. ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവും ആ സമയത്ത് അന്തരീക്ഷ വായുവിലുള്ള നീരാവിയുടെ അളവും തമ്മിലുള്ള അനുപാതമാണ് ആപേക്ഷിക ആർദ്രത. ആപേക്ഷിക ആർദ്രത സമുദ്രത്തിനു മുകളിൽ കൂടുതലും വൻകരകളുടെ മുകളിൽ കുറവുമായാണ് അനുഭവപ്പെടുന്നത്. പൂരിതാവസ്ഥയിൽ ആപേക്ഷിക ആർദ്രത 100% ആപേക്ഷിക ആർദ്രത കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ. ആപേക്ഷിക ആർദ്രത കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ. വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററിൽ 2 തെർമോമീറ്ററുകളാണ് ഉപയോഗിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററിൽ 2 തെർമോമീറ്ററുകൾ ഉപയോഗിക്കുന്നു. വെറ്റ് ആൻഡ് ഡ്രൈ ബൾബിലെ ഒരു തെർമോമീറ്റർ സാധാരണ താപനില രേഖപ്പെടുത്തുന്നു. വെറ്റ് ആൻഡ് ഡ്രൈ തെർമോമീറ്റർ ബൾബിലെ ഒരു തെർമോമീറ്റർ സാധാരണ അന്തരീക്ഷ താപനില രേഖപ്പെടുത്തുമ്പോൾ മറ്റൊരു തെർമോമീറ്റർ സാധാരണ താപനിലയേക്കാൾ കുറഞ്ഞ താപം രേഖപ്പെടുത്തുന്നു. അപ്പോൾ വെറ്റ് ആൻഡ് ഡ്രൈ ബൾബിലെ മറ്റൊരു തെർമോമീറ്റർ സാധാരണ താപനിലയേക്കാൾ കുറഞ്ഞ താപം രേഖപ്പെടുത്തുന്നു. 2 തെർമോമീറ്ററുകളിലെയും താപനിലയിലെ വ്യത്യാസത്തെ അടിസ്ഥാനമാക്കിയാണ് ആപേക്ഷിക ആർദ്രത കണക്കാക്കുന്നത്.
അപ്പോൾ ആപേക്ഷിക ആർദ്രത കണക്കാക്കുന്നതിനുള്ള ഉപകരണമാണ് വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ. ഇതിൽ 2 തെർമോമീറ്ററുകൾ ഉപയോഗിക്കുന്നു. ഒരു തെർമോമീറ്റർ സാധാരണ അന്തരീക്ഷ താപനില രേഖപ്പെടുത്തുന്നു. മറ്റൊരു തെർമോമീറ്റർ സാധാരണ താപനിലയേക്കാൾ കുറഞ്ഞ താപനില രേഖപ്പെടുത്തുന്നു. ഈ 2 തെർമോമീറ്ററിലെയും താപനിലയിലെ വ്യത്യാസത്തെ അടിസ്ഥാനമാക്കി ആപേക്ഷിക ആർദ്രത കണക്കാക്കുന്നു. നെക്സ്റ്റ്, ബാഷ്പീകരണം. എന്താണ് ബാഷ്പീകരണം? ജലം വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം എന്നറിയപ്പെടുന്നത്. ജലം നീരാവിയായി മാറാൻ തുടങ്ങുന്ന ഊഷ്മാവിനെ ബാഷ്പീകരണ ലീനതാപം എന്ന് പറയുന്നു. ജലം നീരാവിയായി മാറാൻ തുടങ്ങുന്ന ഊഷ്മാവിനെ ബാഷ്പീകരണ ലീനതാപം എന്ന് പറയുന്നു. ഊഷ്മാവ് കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷവായുവിൻ്റെ ഈർപ്പം ആഗിരണം ചെയ്യുവാനും നിലനിർത്തുവാനുമുള്ള കഴിവ് വർദ്ധിക്കുന്നു. വായുവിൻ്റെ ചലനം കൂടുന്നതിനനുസരിച്ച് ബാഷ്പീകരണ തോതും വർദ്ധിക്കുന്നു. നീരാവി ജലമായി മാറുന്ന പ്രക്രിയയാണ് ഘനീഭവിക്കൽ. അന്തരീക്ഷ താപനില ഗണ്യമായി കുറയുമ്പോൾ നീരാവി നേരിട്ട് ഖരാവസ്ഥയിലെത്തുന്ന പ്രക്രിയ സബ്ലിമേഷൻ എന്നറിയപ്പെടുന്നു. അന്തരീക്ഷ താപനില ഗണ്യമായി കുറയുമ്പോൾ നീരാവി നേരിട്ട് ഖരാവസ്ഥ അല്ലെങ്കിൽ ഹിമകണങ്ങളായിട്ട് മാറുന്ന പ്രക്രിയ സബ്ലിമേഷൻ എന്നറിയപ്പെടുന്നു. ഘനീഭവിക്കലിനെ നേരിട്ട് സഹായിക്കുന്ന ഘടകങ്ങൾ: കുറഞ്ഞ ഊഷ്മാവ്, ഉയർന്ന ആർദ്രത, പൊടിപടലങ്ങളുടെ സാന്നിധ്യം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനാണ് കഴിഞ്ഞ 2022 HSAക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഘനീഭവിക്കലിനെ നേരിട്ട് സഹായിക്കാത്ത ഘടകം ഏത്? അപ്പം നേരിട്ട് സഹായിക്കാത്ത ഘടകമാണ് ചോദിച്ചത്. അപ്പോൾ അതിൽ ഓപ്ഷൻ തന്നിരിക്കുന്നത് ഊഷ്മാവ് കുറയൽ, ഉയർന്ന ആർദ്രത, പൊടിപടലങ്ങളുടെ സാന്നിധ്യം, പകലിൻ്റെ ദൈർഘ്യം. ഇതിൽ ആൻസർ പകലിൻ്റെ ദൈർഘ്യമാണ്. അപ്പം പകലിൻ്റെ ദൈർഘ്യം ഘനീഭവിക്കലിനെ നേരിട്ട് സഹായിക്കുന്നില്ല. മറിച്ച് ഊഷ്മാവ് കുറയൽ, ഉയർന്ന അല്ലെങ്കിൽ കുറഞ്ഞ ഊഷ്മാവ്, ഉയർന്ന ആർദ്രത, പൊടിപടലങ്ങളുടെ സാന്നിധ്യം ഇവയെല്ലാം ഘനീഭവിക്കലിനെ നേരിട്ട് സഹായിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ നെക്സ്റ്റ്, അതിസൂക്ഷ്മ ഘനീകരണ മർമ്മങ്ങൾ. വായുവിൻ്റെ ഘനീഭവിക്കലിനെ സ്വാധീനിക്കുന്ന മറ്റു ഘടകങ്ങളാണ് വായുവിൻ്റെ വ്യാപ്തം, ഊഷ്മാവ്, മർദ്ദം, ആർദ്രത. ഇവയാണ് അതിസൂക്ഷ്മ ഘനീകരണ മർമ്മങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഘനീഭവിക്കലിന് ഏറ്റവും അനുയോജ്യമായ സാഹചര്യമാണ് വായുവിൻ്റെ ഊഷ്മാവ് കുറയുന്നത്. അപ്പോൾ വായുവിൻ്റെ ഊഷ്മാവ് കുറയ്ക്കുമ്പോഴാണ് ഘനീകരണം സംഭവിക്കുന്നത്. ഘനീഭവിക്കൽ സംഭവിക്കുന്നതിനുള്ള കാരണങ്ങൾ പറയുന്നുണ്ട്. വായുവിൻ്റെ വ്യാപ്തം സ്ഥിരമാവുകയും ഊഷ്മാവ് തുഷാരാങ്കത്തിലേക്ക് താഴുകയും ചെയ്യുന്നു. വായുവിൻ്റെ വ്യാപ്തവും ഊഷ്മാവും കുറയുമ്പോൾ ഘനീകരണം സംഭവിക്കുന്നു. ബാഷ്പീകരണത്തിലൂടെ കൂടുതൽ ഈർപ്പം വായുവിൽ കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ ഘനീകരണം സംഭവിക്കുന്നു. ഒന്നുകൂടെ പറയാം. ഘനീഭവിക്കൽ സംഭവിക്കുന്നതിനുള്ള കാരണങ്ങളാണ്: വായുവിൻ്റെ വ്യാപ്തം സ്ഥിരമാവുകയും ഊഷ്മാവ് തുഷാരാങ്കത്തിലേക്ക് താഴുകയും ചെയ്യുന്നു. വായുവിൻ്റെ വ്യാപ്തവും ഊഷ്മാവും കുറയുമ്പോൾ ബാഷ്പീകരണത്തിലൂടെ കൂടുതൽ ഈർപ്പം വായുവിൽ കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ. ഇതെല്ലാം ഘനീഭവിക്കൽ സംഭവിക്കുന്നതിനുള്ള കാരണങ്ങളാണ്. നെക്സ്റ്റ്, ഘനീകരണ രൂപങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം. ഫോംസ് ഓഫ് കണ്ടൻസേഷൻ. അന്തരീക്ഷം പൂരിതാവസ്ഥയിലെത്തിയതിനു ശേഷവും നീരാവി അന്തരീക്ഷത്തിലെത്തുകയോ താപനില ഗണ്യമായി കുറയുകയോ ചെയ്താൽ നീരാവിക്ക് ഘനീകരണം സംഭവിക്കുന്നു. ഘനീകരണത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ് തുഷാരം, മൂടൽമഞ്ഞ്, ഹിമം, മേഘങ്ങൾ. ആ ഘനീകരണത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ് തുഷാരം, മൂടൽമഞ്ഞ്, ഹിമം, മേഘങ്ങൾ. തുഷാരം. എന്താണ് തുഷാരം അല്ലെങ്കിൽ ഡ്യൂ? പ്രഭാതങ്ങളിൽ പുൽക്കൊടികളിലും ഇലകളിലും മറ്റും തണുത്ത പ്രതലങ്ങളിലും ജലത്തുള്ളികൾ പറ്റിയിരിക്കുന്ന പ്രതിഭാസമാണ് തുഷാരം. പ്രഭാതങ്ങളിൽ പുൽക്കൊടികളിലും ഇലകളിലും മറ്റു തണുത്ത പ്രതലങ്ങളിലും ജലത്തുള്ളികൾ പറ്റിയിരിക്കുന്ന പ്രതിഭാസമാണ് തുഷാരം. തുഷാരം രൂപീകരിക്കാൻ കാരണമാകുന്ന അനുയോജ്യ സാഹചര്യങ്ങളാണ് മേഘരഹിതമായ ആകാശം, ശാന്തമായ വായു, ഉയർന്ന ആപേക്ഷിക ആർദ്രത,
നീണ്ട തണുപ്പുള്ള രാത്രികൾ ഇവ തുഷാരം രൂപീകരിക്കുന്നതിന് കാരണമാകുന്നു. തുഷാര രൂപീകരണത്തിന് തുഷാരാങ്കം ഗരാങ്കത്തിന് മുകളിലായിരിക്കണം. രാത്രികാലങ്ങളിൽ ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കുന്നു. ഇതുമൂലം നീരാവി ഘനീഭവിച്ച് വെള്ളത്തുള്ളികളായി ഭൂമിയുടെ ഉപരിതലത്തിൽ തണുത്ത പ്രതലങ്ങളിൽ പറ്റിപ്പിടിക്കുന്നു. ഇതാണ് തുഷാരമെന്ന് പറയുന്നത്. ഈ തുഷാരം സൂര്യോദയത്തോടെ അപ്രത്യക്ഷമാവുന്നു. നെക്സ്റ്റ് ഹിമം, ഫ്രോസ്റ്റ്. രാത്രികാലങ്ങളിൽ ഉപരിതല താപം 0 ഡിഗ്രി സെൽഷ്യസിനും താഴെയായി കുറയുന്ന പ്രദേശങ്ങളിൽ തുഷാരം രൂപം കൊള്ളുന്നതിനു പകരം രൂപപ്പെടുന്ന നേർത്ത ഹിമകണങ്ങളാണ് ഫ്രോസ്റ്റ് എന്നറിയപ്പെടുന്നത്. രാത്രികാലങ്ങളിൽ ഉപരിതല താപം 0 ഡിഗ്രി സെൽഷ്യസിനും താഴെയായി കുറയുന്ന പ്രദേശങ്ങളിൽ തുഷാരം രൂപം കൊള്ളുന്നതിന് പകരം രൂപപ്പെടുന്ന നേർത്ത ഹിമകണങ്ങളാണ് ഫ്രോസ്റ്റ് അല്ലെങ്കിൽ ഹിമം. തുഷാരാങ്കം ഗരാങ്കത്തിന് ഒപ്പമോ താഴെയോ ആകുമ്പോൾ തണുത്ത പ്രതലത്തിൽ ഘനീകരണം നടന്ന് രൂപം കൊള്ളുന്നതാണ് ഹിമം. തുഷാരാങ്കം ഗരാങ്കത്തിന് ഒപ്പമോ അതിന് താഴെയോ ആകുമ്പോൾ തണുത്ത പ്രതലത്തിൽ ഘനീകരണം നടന്ന് രൂപം കൊള്ളുന്നതാണ് ഹിമം. നെക്സ്റ്റ് മൂടൽമഞ്ഞ്, ഫോഗ് ആൻഡ് മിസ്റ്റ്. ഭൗമോപരിതലത്തിനു മുകളിൽ നീരാവി ഘനീഭവിച്ചുണ്ടാകുന്ന നേർത്ത ജലകണികകൾ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നതാണ് മൂടൽമഞ്ഞ്. ഭൂമിയോടടുത്ത് സ്ഥിതി ചെയ്യുന്ന മേഘങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഘനീകരണ രൂപമാണ് മൂടൽമഞ്ഞ്. ഭൂമിയോടടുത്ത് സ്ഥിതി ചെയ്യുന്ന മേഘങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഘനീകരണ രൂപമാണ് മൂടൽമഞ്ഞ്. മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച 1 കിലോമീറ്റർ ദൂരത്തിൽ കുറവാണെങ്കിൽ അത് അറിയപ്പെടുന്നത് കനത്ത മൂടൽമഞ്ഞ് എന്നാണ്. മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച 1 കിലോമീറ്റർ ദൂരത്തിൽ കുറവാണെങ്കിൽ അത് കനത്ത മൂടൽമഞ്ഞ് ഫോഗ് എന്നറിയപ്പെടുന്നു. മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച 1 കിലോമീറ്ററിലധികമാണെങ്കിൽ അത് അറിയപ്പെടുന്നത് നേർത്ത മൂടൽമഞ്ഞ് അല്ലെങ്കിൽ മിസ്റ്റ് എന്നാണ്. അപ്പം 1 കിലോമീറ്ററിൽ കുറവാണെങ്കിൽ കനത്ത മൂടൽമഞ്ഞും 1 കിലോമീറ്ററിൽ കൂടുതലാണ് ദൂരക്കാഴ്ച എങ്കിൽ അത് നേർത്ത മൂടൽമഞ്ഞുമാണ്. വ്യാവസായിക മേഖലകളിൽ പുകയും മൂടൽമഞ്ഞും കൂടി കലർന്ന് രൂപപ്പെടുന്നതാണ് പുകമഞ്ഞ് അല്ലെങ്കിൽ സ്മോഗ്. വ്യാവസായിക മേഖലകളിൽ പുകയും മൂടൽമഞ്ഞും കൂടി കലർന്ന് രൂപപ്പെടുന്നത് സ്മോഗ്. മൂടൽമഞ്ഞും നേർത്ത മൂടൽമഞ്ഞും തമ്മിലുള്ള ഏക വ്യത്യാസം മൂടൽമഞ്ഞിൽ നേർത്ത മൂടൽമഞ്ഞിനേക്കാളും ഈർപ്പം അടങ്ങിയിരിക്കുന്നു എന്നതാണ്. നെക്സ്റ്റ് മേഘങ്ങൾ. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഘനീഭവിച്ച് രൂപം കൊള്ളുന്നതാണ് മേഘങ്ങൾ. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി രൂപം കൊള്ളുന്നതാണ് മേഘങ്ങൾ. ഭൂമിയുടെ 50% എപ്പോഴും മേഘാവൃതമായിട്ടാണ് ഇരിക്കുന്നത്. ഭൂമിയുടെ 50% എപ്പോഴും മേഘാവൃതമായിട്ടാണ് ഇരിക്കുന്നത്. മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് നെഫോളജി എന്നാണ്. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം നെഫോളജി എന്നറിയപ്പെടുന്നു. മേഘങ്ങൾ താഴേക്ക് പതിക്കാതെ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കാൻ കാരണം മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം ഏകദേശം 0.001 സെൻറ്റിമീറ്റർ താഴെ ആയതിനാലാണ്. അപ്പം മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം ഏകദേശം 0.001 സെൻറ്റിമീറ്റർ ആയതിനാലാണ് മേഘങ്ങൾ താഴേക്ക് പതിക്കാതെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത്. മേഘങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ലുക് ഹൊവാർഡ്. മേഘങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ലുക് ഹൊവാർഡ്. ഉയരം, വിസ്തൃതി, സാന്ദ്രത, സുതാര്യത എന്നിവയെ അടിസ്ഥാനമാക്കി മേഘങ്ങളെ 4ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഉയരം, വിസ്തൃതി, സാന്ദ്രത, സുതാര്യത എന്നിവയെ അടിസ്ഥാനമാക്കി മേഘങ്ങളെ 4ആയിട്ട് തിരിച്ചിരിക്കുന്നു. മേഘങ്ങളെ ആദ്യമായി വർഗീകരിച്ചത് ലുക് ഹൊവാർഡാണ്. അപ്പം 4 തരം മേഘങ്ങൾ: സിറസ്, ക്യുമുലസ്, സ്ട്രാറ്റസ്, നിംബസ്.
അപ്പം മേഘങ്ങളെ 4ആയിട്ട് തിരിച്ചിരിക്കുന്നു. സിറസ്, കുമുലസ്, സ്ട്രാറ്റസ്, നിംബസ്. 8000 മീറ്റർ മുതൽ 12000 മീറ്റർ വരെ ഉയരത്തിൽ രൂപപ്പെടുന്ന മേഘങ്ങളാണ് സിറസ്. 8000 മീറ്റർ മുതൽ 12000 മീറ്റർ വരെ ഉയരത്തിൽ രൂപപ്പെടുന്ന മേഘങ്ങൾ സിറസ്. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. അപ്പം തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നത് സിറസ് മേഘങ്ങളാണ്. വളരെ ഉയരത്തിൽ എല്ലായ്പ്പോഴും വെളുപ്പ് നിറത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. 4000 മീറ്റർ മുതൽ 7000 മീറ്റർ വരെ ഉയരത്തിൽ രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് കുമുലസ് മേഘങ്ങൾ. 4000 മീറ്റർ മുതൽ 7000 മീറ്റർ വരെ ഉയരത്തിൽ രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് കുമുലസ് മേഘങ്ങൾ. കോളിഫ്ലവർ ആകൃതിയിലും ചെമ്മരിയാടിൻ്റെ രോമക്കെട്ടുകൾ പോലെയും കാണപ്പെടുന്ന മേഘങ്ങളാണ് കുമുലസ് മേഘങ്ങൾ. കോളിഫ്ലവർ ആകൃതിയിലും ചെമ്മരിയാടിൻ്റെ രോമക്കെട്ടുകൾ പോലെയും കാണപ്പെടുന്ന മേഘങ്ങളാണ് കുമുലസ് മേഘങ്ങൾ. പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് കുമുലസ് മേഘങ്ങൾ. പഞ്ഞിക്കെട്ട് പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് കുമുലസ് മേഘങ്ങൾ. പ്രസന്നമായ കാലാവസ്ഥ പ്രദാനം ചെയ്യുന്ന മേഘങ്ങളാണ് കുമുലസ് മേഘങ്ങൾ. പ്രസന്നമായ കാലാവസ്ഥ പ്രദാനം ചെയ്യുന്ന മേഘങ്ങളാണ് കുമുലസ് മേഘങ്ങൾ. ഉയർന്ന സംവഹന പ്രക്രിയയുടെ ഫലമായി തൂവൽക്കെട്ടുകൾ പോലെ രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് കുമുലസ് മേഘങ്ങൾ. പരന്ന അടിഭാഗത്തോടുകൂടി അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന രീതിയിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് കുമുലസ് മേഘങ്ങൾ. താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. മോശമായ കാലാവസ്ഥയിലും മഴച്ചാറ്റലുള്ള അവസരങ്ങളിലും കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. ശൈത്യകാല മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് സ്ട്രാറ്റസ് മേഘങ്ങളാണ്. സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. ഇടിമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് നിംബസ് മേഘങ്ങളാണ്. മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. ഇപ്പോൾ സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ, ഇടിമേഘങ്ങൾ, മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങൾ ഇവയെല്ലാം നിംബസ് മേഘങ്ങളാണ്. താഴ്ന്ന വിതാനങ്ങളിൽ ചാരനിറത്തിലോ കറുപ്പു നിറത്തിലോ കാണപ്പെടുന്ന മഴമേഘങ്ങളാണ് നിംബസ്. ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്ന ചാരനിറത്തിലുള്ള കൂനകൾ പോലുള്ള മേഘങ്ങൾ നിംബസ് മേഘങ്ങളാണ്. അടിസ്ഥാന മേഘങ്ങൾ കൂടിച്ചേർന്ന് വിവിധ മേഘങ്ങൾ രൂപപ്പെടുന്നു. ഇവയാണ് ഉന്നത മേഘങ്ങൾ, മധ്യതല മേഘങ്ങൾ, താഴ്ന്നതല മേഘങ്ങൾ, വിശാല ലംബതല വികാസമുള്ള മേഘങ്ങൾ. ഇതിൽ ഉന്നതതല മേഘങ്ങൾക്ക് ഉദാഹരണമാണ് സിറസ്, സീറോസ്ട്രാറ്റസ്, സീറോകുമുലസ്. സിറസ്, സീറോസ്ട്രാറ്റസ്, സീറോകുമുലസ് ഉന്നത മേഘങ്ങൾ. മധ്യതല മേഘങ്ങളാണ് അൾട്ടോസ്ട്രാറ്റസ്, അൾട്ടോകുമുലസ്. മധ്യതല മേഘങ്ങൾ അൾട്ടോസ്ട്രാറ്റസ്, അൾട്ടോകുമുലസ്. താഴ്ന്നതല മേഘങ്ങൾ സ്ട്രാറ്റോകുമുലസ്, നിംബോസ്ട്രാറ്റസ്. താഴ്ന്നതല മേഘങ്ങളാണ് സ്ട്രാറ്റോകുമുലസ്, നിംബോസ്ട്രാറ്റസ്. വിശാല ലംബതല വികാസമുള്ള മേഘങ്ങളാണ് കുമുലസ്, കുമുലോനിംബസ് എന്നിവ. തെളിഞ്ഞ ആകാശത്തിൽ ചന്ദ്രന് ചുറ്റും കാണപ്പെടുന്ന മഞ്ഞ വലയത്തിന് കാരണം സീറോസ്ട്രാറ്റസ് മേഘമാണ്. തെളിഞ്ഞ ആകാശത്തിൽ ചന്ദ്രന് ചുറ്റും കാണപ്പെടുന്ന മഞ്ഞ വലയത്തിനു കാരണം സീറോസ്ട്രാറ്റസ് മേഘങ്ങൾ. നേർത്ത പാട പോലെ ആകാശത്തെ മൂടി കാണപ്പെടുന്ന മേഘങ്ങളാണ് അൾട്രോസ്ട്രാറ്റസ് മേഘങ്ങൾ. നേർത്ത പാട പോലെ ആകാശത്തെ മൂടി കാണപ്പെടുന്ന മേഘങ്ങളാണ് അൾട്രോസ്ട്രാറ്റസ് മേഘങ്ങൾ. ആകാശത്തിന് നീല ചാരനിറങ്ങൾ നൽകുന്ന മേഘങ്ങളാണ് അൾട്രോസ്ട്രാറ്റസ്. ആകാശത്തിന് നീല ചാരനിറങ്ങൾ നൽകുന്ന മേഘങ്ങളാണ് അൾട്രോസ്ട്രാറ്റസ്. ആകാശത്ത് തിരമാലകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ആൾട്ടോകുമുലസ്. ആകാശത്ത് തിരമാലകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ആൾട്ടോകുമുലസ്. കൊടുങ്കാറ്റിൻ്റെ സൂചനയായി പരിഗണിക്കപ്പെടുന്ന മേഘങ്ങളാണ് ആൾട്ടോകുമുലസ്. കൊടുങ്കാറ്റിൻ്റെ സൂചനയായി പരിഗണിക്കപ്പെടുന്ന മേഘങ്ങളാണ് ആൾട്ടോകുമുലസ്.
കൊടുങ്കാറ്റിൻ്റെ സൂചനയായി കുമുലസ് നിംബസ് എന്നീ മേഘങ്ങൾ കൂടിക്കലർന്ന് കാണപ്പെടുന്ന മേഘങ്ങളാണ് കുമുലോ നിംബസ്. കുമുലസ് നിംബസ് എന്നീ മേഘങ്ങൾ കൂടിച്ചേർന്ന് കാണപ്പെടുന്ന മേഘങ്ങളാണ് കുമുലോ നിംബസ്. 2016 മേഘവിസ്ഫോടനം നടന്ന ഇന്ത്യൻ പ്രദേശമാണ് കർണപ്രയാഗ്. ഉത്തരാഖണ്ഡിലെ ചമേലി ജില്ലയിലെ കർണപ്രയാഗാണ് 2016 മേഘവിസ്ഫോടനം നടന്ന ഇന്ത്യൻ പ്രദേശം. വിമാനങ്ങളുടെ യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന മേഘക്കൂട്ടങ്ങൾ അറിയപ്പെടുന്നത് എയർ പോക്കറ്റുകൾ എന്നാണ്. വിമാനങ്ങളുടെ യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന മേഘക്കൂട്ടങ്ങളാണ് എയർ പോക്കറ്റുകൾ. ജെറ്റ് വിമാനങ്ങൾ കടന്നുപോകുന്നതിൻ്റെ ഫലമായി ഉടലെടുക്കുന്ന സിറസ് മേഘങ്ങളാണ് കോൺട്രെയിൽസ്. ജെറ്റ് വിമാനങ്ങൾ കടന്നുപോകുന്നതിൻ്റെ ഭാഗമായി രൂപം കൊള്ളുന്ന സിറസ് മേഘങ്ങളാണ് കോൺട്രെയിൽസ്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്ക് മുകളിൽ രൂപം കൊള്ളുന്ന അന്തരീക്ഷ മലിനീകരണ പുതപ്പാണ് ബ്രൗൺ ക്ലൗഡ് എന്നറിയപ്പെടുന്നത്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്ക് മുകളിൽ രൂപം കൊള്ളുന്ന അന്തരീക്ഷ മലിനീകരണ പുതപ്പാണ് ബ്രൗൺ ക്ലൗഡ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിക്കപ്പെട്ട സമയത്ത് രൂപം കൊണ്ട മേഘപടലങ്ങളാണ് കൂൺ മേഘങ്ങൾ, മഷ്റൂം ക്ലൗഡ്സ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിക്കപ്പെട്ട സമയത്ത് രൂപം കൊണ്ട മേഘപടലങ്ങളാണ് മഷ്റൂം ക്ലൗഡ്സ്. ഉയർന്ന മലകൾക്കും പർവ്വതങ്ങൾക്കും മുകളിലായി കാണപ്പെടുന്ന മേഘങ്ങളാണ് ബാനർ മേഘങ്ങൾ. ഉയർന്ന മലകൾക്കും പർവ്വതങ്ങൾക്കും മുകളിലായി കാണപ്പെടുന്ന മേഘങ്ങൾ ബാനർ മേഘങ്ങൾ. ലെൻസിൻ്റെ ആകൃതിയിലുള്ള മേഘങ്ങളാണ് ലെൻഡിക്യൂലർ മേഘങ്ങൾ. ലെൻസിൻ്റെ ആകൃതിയിലുള്ള മേഘങ്ങൾ ലെൻഡിക്യൂലർ മേഘങ്ങൾ. താഴ്ന്നു വീശുന്ന കാറ്റിനു സമാന്തരമായി രൂപപ്പെടുന്ന കുമുലസ് മേഘങ്ങളുടെ നിരയാണ് ക്ലൗഡ് സ്ട്രീറ്റ്സ്. താഴ്ന്നു വീശുന്ന കാറ്റിനു സമാന്തരമായി രൂപപ്പെടുന്ന കുമുലസ് മേഘങ്ങളുടെ നിര ക്ലൗഡ് സ്ട്രീറ്റ്സ് എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ്, വർഷണം, പെർസിപ്പിറ്റേഷൻ. തുടർച്ചയായി നടക്കുന്ന ഘനീകരണം മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം കൂട്ടുന്നു. ഭൂഗുരുത്വത്തെ പ്രതിരോധിക്കാനാകാതെ മേഘങ്ങളിൽ നിന്നും ജലത്തുള്ളികൾ മോചിപ്പിക്കപ്പെടുകയും അത് വിവിധ രൂപത്തിൽ ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് വർഷണം എന്നറിയപ്പെടുന്നത്. വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴവീഴ്ച എന്നിവ. വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴവീഴ്ച. മഴത്തുള്ളികളുടെ രൂപത്തിൽ സംഭവിക്കുന്ന വർഷണമാണ് ജലത്തുള്ളികളുടെ രൂപത്തിൽ സംഭവിക്കുന്ന വർഷണമാണ് മഴ. അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിനു താഴെയായിരിക്കുമ്പോൾ നേർത്ത ഹിമകണങ്ങളായി വർഷണം ഭൂമിയിലെത്തുന്ന പ്രതിഭാസമാണ് മഞ്ഞുവീഴ്ച. അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിനു താഴെയായിരിക്കുമ്പോൾ നേർത്ത ഹിമകണങ്ങളായി വർഷണം ഭൂമിയിലെത്തുന്ന പ്രതിഭാസമാണ് മഞ്ഞുവീഴ്ച. മേഘങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ജലത്തുള്ളികൾ അന്തരീക്ഷത്തിൻ്റെ തണുത്ത പാളികളിലൂടെ കടന്നു പോകാനിടയായാൽ അവ തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടകളായി ഭൂമിയിൽ പതിക്കുന്ന പ്രതിഭാസമാണ് ആലിപ്പഴം, ഹെയിൽസ്റ്റോൺസ്. മേഘങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ജലത്തുള്ളികൾ അന്തരീക്ഷത്തിൻ്റെ തണുത്ത പാളികളിലൂടെ കടന്നു പോകാനിടയായാൽ അവ തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടകളായി ഭൂമിയിൽ പതിക്കുന്ന പ്രതിഭാസമാണ് ആലിപ്പഴം അല്ലെങ്കിൽ ഹെയിൽസ്റ്റോൺസ്. ഊഷ്മാവ് 0 ഡിഗ്രിയിലും താഴ്ന്നാൽ നേർത്ത മഞ്ഞുപാളികളായാണ് വർഷണം നടക്കുന്നത്. ഇതാണ് മഞ്ഞുവീഴ്ച എന്നറിയപ്പെടുന്നത്. മഴയും മഞ്ഞും കൂടാതെയുള്ള മറ്റ് വർഷണ രൂപങ്ങളാണ് സ്ലീറ്റ്, ഹെയിൽസ്റ്റോൺ എന്നിവ. തണുത്തുറഞ്ഞ മഴത്തുള്ളി വീണ്ടും തണുത്തുറഞ്ഞ് ഉരുകുന്ന മഞ്ഞുവെള്ളമാണ് സ്ലീറ്റ് എന്നറിയപ്പെടുന്നത്. തണുത്തുറഞ്ഞ മഴത്തുള്ളി വീണ്ടും തണുത്തുറഞ്ഞ് ഉരുകുന്ന മഞ്ഞുവെള്ളമാണ് സ്ലീറ്റ്. ഭൂമുഖത്തിനടുത്തായി ഖരാങ്കത്തിൽ താഴെ ഊഷ്മാവുള്ള ഒരു പാളിയുടെ മുകളിലായി ഖരാങ്കത്തിന് മുകളിൽ ഊഷ്മാവുള്ള മറ്റൊരു പാളി വായുവിൽ വന്നു ചേരുമ്പോൾ ഉണ്ടാകുന്ന വർഷണമാണ് സ്ലീറ്റ്. അപ്പം ഭൂമുഖത്തിനടുത്തായി ഖരാങ്കത്തിൽ താഴെ ഊഷ്മാവുള്ള ഒരു വായുപാളിയുടെ മുകളിലായി ഖരാങ്കത്തിന് മുകളിൽ ഊഷ്മാവുള്ള മറ്റൊരു പാളി വായുവിൽ വന്നു ചേരുമ്പോൾ ഉണ്ടാകുന്ന വർഷണമാണ് സ്ലീറ്റ്. നെക്സ്റ്റ്, മഴയെക്കുറിച്ച് പഠിക്കാം. അപ്പം മഴ പല വിധത്തിലുണ്ട്. അപ്പം ജലരൂപത്തിലുള്ള വർഷണമാണ് മഴ. മഴയെക്കുറിച്ചുള്ള പഠനമാണ് ഓംബ്രോളജി എന്നറിയപ്പെടുന്നത്. മഴയെക്കുറിച്ചുള്ള പഠനമാണ് ഓംബ്രോളജി എന്നറിയപ്പെടുന്നത്. മഴ അളക്കുന്നതിനുള്ള ഉപകരണമാണ് മഴമാപിനി. മഴ അളക്കുന്നതിനുള്ള ഉപകരണം മഴമാപിനി. മഴയെക്കുറിച്ചുള്ള പഠനം ഓംബ്രോളജി.
ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മഴയെ 3ആയി തിരിച്ചിരിക്കുന്നു. സംവഹനവൃഷ്ടി, പർവ്വതവൃഷ്ടി, ചക്രവാതവൃഷ്ടി. അപ്പം ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മഴയെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നു. സംവഹനവൃഷ്ടി, പർവ്വതവൃഷ്ടി, ചക്രവാതവൃഷ്ടി. പർവ്വതവൃഷ്ടി. കടലിൽ നിന്നും നീരാവി നിറഞ്ഞ കാറ്റ് കരയിലേക്കു നീങ്ങുകയും പർവ്വത ചരിവുകളിലൂടെ ഉയർന്ന് തണുത്ത് ഘനീഭവിച്ച് മേഘരൂപം പ്രാപിക്കുകയും ചെയ്യുന്നു. കാറ്റിന് അഭിമുഖമായ പർവ്വതങ്ങളുടെ വശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ മറുവശങ്ങളിൽ താഴ്ന്നിറങ്ങുന്നത് വരണ്ട കാറ്റായതിനാൽ അവിടെ മഴ ലഭിക്കുന്നില്ല. ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ പർവ്വതവൃഷ്ടി അഥവാ ശൈലവൃഷ്ടി എന്ന് പറയുന്നു. പർവ്വതങ്ങളുടെ കാറ്റിന് പ്രതിമുഖമായ വശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതും മഴ ലഭിക്കാത്തതുമായ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് മഴനിഴൽ പ്രദേശങ്ങൾ എന്നാണ്. ശൈലവൃഷ്ടി അനുഭവപ്പെടുന്ന ഇന്ത്യയിലെ ഒരു പ്രദേശമാണ് പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം. ശൈലവൃഷ്ടി അനുഭവപ്പെടുന്ന ഇന്ത്യയിലെ ഒരു പ്രദേശമാണ് പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം. ഇന്ത്യയിലെ ഒരു പ്രധാന മഴനിഴൽ പ്രദേശമാണ് തമിഴ്നാട്. ഇന്ത്യയിലെ ഒരു പ്രധാന മഴനിഴൽ പ്രദേശമാണ് തമിഴ്നാട്. സംവഹന വൃഷ്ടി. അന്തരീക്ഷ താപത്താൽ വികസിച്ച് മുകളിലേക്കുയരുന്ന വായു തണുത്ത് ഘനീഭവിച്ച് കുമുലസ് മേഘങ്ങളായി രൂപമെടുക്കുന്നു. തുടർന്നുണ്ടാകുന്ന ഇടിമിന്നലോട് കൂടിയ മഴയാണ് സംവഹന മഴ. സംവഹന മഴ എന്നത് അന്തരീക്ഷ താപത്താൽ വികസിച്ച് മുകളിലേക്കുയരുന്ന വായു തണുത്ത് ഘനീഭവിച്ച് കുമുലസ് മേഘങ്ങളായി രൂപമെടുക്കുന്നു. തുടർന്നുണ്ടാകുന്ന ഇടിമിന്നലോട് കൂടിയ മഴയാണ് സംവഹന മഴ. സംവഹന മഴയുടെ പ്രത്യേകതകളാണ് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ, സാധാരണയായി ഉച്ച കഴിഞ്ഞുണ്ടാകുന്നു, അധിക നേരം നീണ്ടു നിൽക്കാറില്ല, ഉഷ്ണമേഖലയിലെ ഒരു സാധാരണ ഉഷ്ണകാല പ്രതിഭാസം. ഇവയാണ് സംവഹന മഴയുടെ പ്രത്യേകതകൾ. ഒന്നുകൂടെ പറയാം. ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ, സാധാരണയായി ഉച്ച കഴിഞ്ഞുണ്ടാകുന്നു, അധിക നേരം നീണ്ടു നിൽക്കാറില്ല, ഉഷ്ണമേഖലയിലെ ഒരു സാധാരണ ഉഷ്ണകാല പ്രതിഭാസം. ഉത്തരാർദ്ധഗോളത്തിലെ വൻകരകളുടെ ഉൾപ്രദേശങ്ങളിൽ സാധാരണയായി അനുഭവപ്പെടുന്ന മഴയാണ് സംവഹന വൃഷ്ടി. ഉത്തരാർദ്ധഗോളത്തിലെ വൻകരകളുടെ ഉൾപ്രദേശങ്ങളിൽ സാധാരണയായി അനുഭവപ്പെടുന്ന മഴയാണ് സംവഹന വൃഷ്ടി. അപ്പോൾ ഉച്ചലിത വൃഷ്ടി അല്ലെങ്കിൽ 4 o'clock റെയിൻ എന്നറിയപ്പെടുന്നതും സംവഹന വൃഷ്ടിയാണ്. ഉച്ചലിത വൃഷ്ടി എന്നറിയപ്പെടുന്നത് സംവഹന വൃഷ്ടിയാണ്. ഉച്ച കഴിഞ്ഞുണ്ടാകുന്ന അധിക നേരം നീണ്ടു നിൽക്കാത്ത മഴയാണ് സംവഹന മഴ. ഉഷ്ണമേഖലയിൽ അനുഭവപ്പെടുന്ന മഴയാണ് സംവഹന മഴ. നെക്സ്റ്റ്, ചക്രവാത വൃഷ്ടി. ഒരു ന്യൂനമർദ്ദ പ്രദേശത്തോട് ബന്ധപ്പെട്ടാണ് ചക്രവാത വൃഷ്ടി ഉണ്ടാകുന്നത്. ചക്രവാത വൃഷ്ടി ഉണ്ടാകുന്ന മേഖല കൊടുങ്കാറ്റ് വീശുന്ന മേഖലകളിലാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. കണ്ടൻസേഷൻ ആൻഡ് പെർസിപ്പിറ്റേഷൻ. ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽസും എല്ലാം ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.